നിയുക്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഈ ജില്ലയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജില്ലയ്ക്ക് ഒരു മന്ത്രിയില്ല എന്നൊരു കാര്യം. അതിപ്പോഴും ചർച്ചയാണ്. പ്രതിപക്ഷത്ത് UDF ഇരുന്ന കാലത്ത് ചൂണ്ടിക്കാണിച്ചതാണ്. സന്ദീപ് വാര്യരോട് തന്നെ ചോദിക്കുകയാണ്, താങ്കൾ എങ്ങനെയാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്? അതായത് ജില്ലയിൽ സജീവമായ ഒരു ചർച്ചയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഒരു മന്ത്രിയില്ല, കാരണം എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കമുള്ള പല പ്രശ്നങ്ങളും നേരിടുന്ന ആരോഗ്യപരമായിട്ട് മറ്റെല്ലാം പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയ്ക്ക് സ്വന്തമായി ഒരു മന്ത്രിയില്ല എന്നത്. അല്ല, അത് സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇവിടെ UDF നേതൃത്വമാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയും ആണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് സംബന്ധിച്ച് UDF നേതൃത്വം ആണ് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും ഒരു കാര്യം ഉറപ്പ് നൽകാം, മന്ത്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കാസർഗോഡ് ജില്ലയ്ക്കും വിശിഷ്യ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിനും അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും സജീവമായിട്ടുള്ള ഇടപെടലുണ്ടാകും. ഒരു നയാ പൈസയുടെ പോലും കുറവ് ഈ പ്രദേശത്തിന് സംഭവിക്കില്ല എന്ന ഉറപ്പാണ് നൽകാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം ഉറപ്പുകൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഒരു മന്ത്രി പല മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിനിധാനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് മന്ത്രി ഇല്ല എന്നൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് കാലങ്ങൾക്ക് ശേഷം 2 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് MLA മാരുണ്ടായ ഒരു സ്ഥിതി കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം MP യോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി സൂചന നൽകുന്നത് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട MP. അല്ല, അങ്ങനെ ആഗ്രഹിക്കാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ആത്യന്തികമായിട്ടൊരു മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്തുള്ള പലവിധ സമവാക്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം തീരുമാനിക്കേണ്ടത് UDFൻ്റെ നേതൃത്വവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എൻ്റെ പാർട്ടിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു നിയമസഭാംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിപ്രായം പറയുന്നത് ഉചിതമാണെന്ന് കരുതുന്നില്ല. എന്തായാലും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് മന്ത്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ നിയോജകമണ്ഡലത്തിൻ്റെ ജില്ലയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള കരുതലോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും, ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാകും. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇക്കാര്യത്തിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള നിലവിലെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഒരു MLA എന്നുള്ള ഒരു ചുമതലയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ആ ചുമതല കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വബോധത്തോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ് നിലവിൽ ഞാൻ ചെയ്യേണ്ട കാര്യം. അത് സംബന്ധിച്ച് ഞാൻ ആ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വ്യാപൃതനായിട്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ RC ക്യാമ്പിലെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിപ്പോഴും ഒരു സജീവ വിഷയമായിട്ട് തുടരുകയാണ്. നമുക്ക് ചാനലുകൾ നോക്കിയാൽ അതേ കാണാനുള്ളത്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ? കാരണം ഇത് സജീവമായിട്ട് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ക്യാമ്പാ അത്? ഞങ്ങൾക്ക് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ടെർമിനോളജി ഒന്നും എനിക്കറിയില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് ആ ക്യാമ്പ് ഈ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇവരെല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് ബഹുമാനായിട്ട് രമേശ് ചെന്നിത്തലയാണെങ്കിലും ബഹുമാനായിട്ടുള്ള VD സതീശനാണെങ്കിലും എനിക്ക് വളരെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലാണെങ്കിലും അവരെല്ലാവരും എൻ്റെ പാർട്ടിയുടെ വളരെ സ്റ്റാൾവാർട്സ് ആയിട്ടുള്ള ലീഡേഴ്സാണ്. ഞങ്ങൾ അവരെല്ലാവരെയും ബഹുമാനിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് പൂർണ്ണമായിട്ടും അനുസരിക്കാൻ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് തറവാട്ടിൽ പോയി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അന്നും ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഡൽഹിയിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ, പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് ശിരസാ വഹിക്കുന്ന UDF പ്രവർത്തകരാണ് ഞങ്ങൾ. അതിലപ്പുറം മറ്റൊരു വാക്ക് ഞങ്ങൾക്കില്ല. രമേശ് ചെന്നിത്തല എന്തായാലും ക്യാബിനറ്റിൽ ഉണ്ടാണെന്നാണ് താങ്കൾ പറയുന്നത്. അതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഞാനതൊന്നും പറയാനുള്ള അധികാരപ്പെട്ടയാളല്ല. എന്തായാലും കാസർഗോഡ് നിന്നും നിയുക്ത MLA സന്ദീപ് വാര്യറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ഒരു മന്ത്രി ഇവിടെ ജില്ലയ്ക്ക് വേണമെന്ന ആവശ്യം അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കാലങ്ങളായുള്ളൊരു ചർച്ചാ വിഷയമാണ്. കാസർഗോഡ് പിന്നോക്കം നിൽക്കുന്ന ഈ ജില്ലയ്ക്ക് ഒരു മന്ത്രി ഇല്ല എന്ന കാര്യം. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം കാസർഗോഡിൻ്റെ എല്ലാ കാര്യവും ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നാണ് പറയുന്നത്. എങ്കിലും ഒരു മന്ത്രി വേണമെന്ന കാര്യത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നില്ല ഇപ്പോൾ. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.